കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഒരാൾ അറിയാതെ അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരാളെ താൻ ഉറങ്ങുകയാണ് എന്ന് പറയുകയും അയാളെ ഉറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മയക്കത്തിനാണ്. ഇപ്പോൾ സാധാരണ അയാൾക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടി അയാളുടെ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പേനയോ മറ്റോ ഇങ്ങനെ കാണിക്കാറുണ്ട്. അതിൽ നോക്കാൻ പറയും. എന്നിട്ടാണ് താൻ ഉറങ്ങുകയാണ് എന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിനാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഒരാൾ അറിയാതെ അയാളെ കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് ടെലിപ്പതിക് മൈൻഡ് കൺട്രോൾ എന്ന് പറയാറുണ്ട്. ഇത് ഒരു പാരാസൈക്കോളജിയിലുള്ള ഒരു വിഷയമാണ്. ഇതിന് ഹിപ്നോസിസ് എന്ന് പറയാറില്ല. അപ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഒരാൾ അറിഞ്ഞുകൊണ്ട് അയാൾ വില്ലിങ് ആയിരിക്കണം, അയാൾ കേൾക്കെ താൻ ഉറങ്ങുകയാണെന്ന് പറയുകയും അയാൾ ഉറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മയക്കത്തിനാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഈ ഹിപ്നോസിസിന് ഒരു പ്രത്യേകത ഉള്ളത്, ഇത് ഭൗതികവാദികൾ ഉപയോഗിക്കാറുണ്ട്, മതവിശ്വാസികൾ ഉപയോഗിക്കാറുണ്ട്, എനർജി ഹീലേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇതിന് ഓരോ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കുറേ കാലത്തിന് മുമ്പ് ഈ റാഷണലിസം എന്ന പേരിൽ ഈ ഭൗതികവാദം എന്ന ഫിലോസഫിയിൽ പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഹിപ്നോസിസ് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ബാധ എന്ന് പറയുന്നതൊക്കെ മാനസിക രോഗമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇദ്ദേഹം ധാരാളം കേസുകൾ ഇങ്ങനെ ഉദ്ധരിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അക്കാലത്ത് പ്രചരിപ്പിച്ച ഒരു കേസ് പ്രധാനമായിട്ട് സിനിമയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരു ഭർത്താവിന് ഇമ്പോർട്ടൻസ്, അതായത് ലൈംഗിക ശേഷിയില്ലാതെ വരുന്നതിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഭാര്യയെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും ഭർത്താവിനെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കണമെന്ന് ഹിപ്നോസിസിൽ ആയ ഭാര്യയ്ക്ക് സജഷൻ കൊടുക്കുകയും അങ്ങനെ ഭർത്താവിൻ്റെ ലൈംഗിക ശേഷിക്കുറവ് മാറുകയും ചെയ്യുന്നതായിട്ട് ഇദ്ദേഹം എഴുതി വിട്ടു. പിന്നെ അത് സിനിമയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹിപ്നോസിസിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ഭർത്താവിനെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കണമെന്ന് ഭാര്യയോട് നിർദ്ദേശിച്ചാൽ മതി, അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അതിന് ഹിപ്നോസിസിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കേസുകളാണ് ഇദ്ദേഹം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ മനഃശാസ്ത്രജ്ഞന്മാർ ഹിപ്നോട്ടിസം പ്രചരിപ്പിച്ചവരെ എനിക്ക് നേരിട്ട് അടുത്ത് അറിയാം. ആലുവ UC കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് ഡോക്ടർ VK അലക്സാണ്ടർ എന്നൊരാളായിരുന്നു. അദ്ദേഹം ഫിലോസഫി പ്രൊഫസറായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ പോയി റോഷാക്ക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നതിൽ PhD ചെയ്തു. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം അദ്ദേഹം സൈക്കോളജി BA കോഴ്സ് ആലുവ UC കോളേജിൽ ആരംഭിച്ചു. അപ്പോൾ ഈ കോഴ്സ് തുടങ്ങിയ അന്ന് തൊട്ട് പല കാര്യങ്ങളിലും ഞാനാണ് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ലെക്ചറേഴ്സിനെ സെലക്ട് ചെയ്യാനും പരീക്ഷ നടത്താനും ഒക്കെ. അപ്പോൾ അലക്സാണ്ടർ സാറുമായിട്ട് എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അക്കാലത്ത് ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ആളുകൾ അലക്സാണ്ടർ സാറിനെ കാണാൻ വരും. അപ്പോൾ ചില പെൺകുട്ടികൾക്ക് ഈ ബാധോപദ്രവം എന്ന് പറഞ്ഞു വരും. അപ്പോൾ അലക്സ് സാറ് അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഈ ബാധ മാറ്റുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി ലേഖനങ്ങൾ മലയാള മനോരമ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഈ ഹിപ്നോസിസ്
ഒരു ആധികാരിക മനഃശാസ്ത്ര ചികിത്സാ രീതിയാണെന്നൊരു ധാരണ കേരളീയ സമൂഹത്തിനുണ്ടായി. പക്ഷെ അലക്സാർ ഈ ഹിപ്നോട്ടൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ വെച്ചാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പലപ്പോഴും അവിടെ ഇരുന്ന് ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ബാധോപദ്രവം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടികൾ പ്രായമായി കഴിയുമ്പോൾ വീട്ടുകാർ സ്വാതന്ത്ര്യമൊന്നും കൊടുക്കില്ല. അപ്പം ഇങ്ങനെ വീട്ടിനകത്ത് അടച്ചിടുന്നതിനോടുള്ള പ്രതിഷേധം കൊണ്ടാണ് ഒരു ബാധോപദ്രവമായിട്ട് വരുന്നത്. ഹിപ്നോസിസ് കൂടാതെ അവരോട് സംസാരിച്ചാലും ഈ കാര്യം പെട്ടെന്ന് വെളിയിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പെൺകുട്ടികളുടെ ഇത് മാറ്റുകയല്ല വേണ്ടത്, ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കുട്ടിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. ഇങ്ങനെ വീട്ടിനകത്തിരുന്ന് വീർപ്പം മുട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബാധോപദ്രവമായിട്ട് ഇത് വെളിയിൽ വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഈ ഹിസ്റ്റീരിക് ആയിട്ടുള്ള ഈ ഒരു ഡിവൈസിൻ്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഇന്നിപ്പോൾ ബാധോപദ്രവം ബാധിച്ച പെൺകുട്ടികളെ കാണാൻ വളരെ അപൂർവമാണ്. പണ്ട് ഈ പല പള്ളികളിലും ക്ഷേത്രങ്ങളിലെ പരിസരത്തുമൊക്കെ ഇങ്ങനെ തുള്ളുന്ന പെൺകുട്ടികളെ ധാരാളം കാണുമായിരുന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ഇത് കാണാറുള്ളൂ. കാരണം ഇപ്പോൾ പെൺകുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അവരെ ഇങ്ങനെ ആർത്തവം ആരംഭിച്ച് കഴിഞ്ഞ് വീട്ടിനകത്ത് അടച്ചിടുന്ന ഒരു ശീലം ഇന്ന് ഒരു പതിവിന്നില്ല. അതുകൊണ്ടായിരിക്കണം ഇതിന്ന് വളരെ അപൂർവമായിട്ട് തീർന്നിരിക്കുന്നത്. പിന്നെ മതപരമായ പശ്ചാത്തലത്തിൽ ഹിപ്നോസിസ് ഉപയോഗിക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ഫാദർ ജിയോ കപ്പലുമാക്കൽ. അദ്ദേഹം പാലായുടെ അടുത്ത ഒരു സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് അദ്ദേഹത്തെ കാണാനായിട്ട് ആളുകൾ കിലോമീറ്റർ ദൂരത്തിൽ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പം അദ്ദേഹവും മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ കേസുകൾ പലതും ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി വളരെ കൂടിയപ്പോൾ ഇതൊന്ന് കാണാമെന്നും പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ ആ സ്ഥലത്തെത്തിയപ്പോൾ ഒരതിശയോക്തിയും കൂടാതെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഈ ക്യൂവിൽ നിന്നാൽ ഒരുപാട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ നേരെ അങ്ങ് ചെന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിൽബന്ധികളോട് പറഞ്ഞ് ഞാൻ ഇന്നേരാണ്, അച്ഛനോടൊന്ന് സംസാരിക്കണം. അവർ പറഞ്ഞു ഇപ്പോൾ അച്ഛൻ ചികിത്സയിലാണ്, ഇപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഏതായാലും അച്ഛൻ്റെ അടുത്ത് പോയി നിന്ന് അച്ഛൻ്റെ ചികിത്സാ രീതി കണ്ടു. അപ്പം അച്ഛൻ പ്ലെയർ പോലെയുള്ള ഒരു സാധനം കൈ പിടിച്ചെടുത്തുണ്ട്. ഒരാൾ മുമ്പേ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഈ നഖത്തിൽ പ്ലെയർ കൊണ്ട് പിടിക്കും. ആരാണ് എന്ന് ചോദിക്കും. അയാൾ സ്വന്തം പേര് പറഞ്ഞാൽ അച്ഛൻ പറയും അതല്ല, ആരാണ് കൂടിയിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അയാൾ വീണ്ടും വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പ്ലെയർ കൂടുതൽ ശക്തിയായിട്ട് അമർത്തും. ഇപ്പോൾ ഭയങ്കര വേദന വരുമ്പോൾ ഇയാൾ വേറെ ഏതെങ്കിലും പറയും. അപ്പുറത്ത് തൂങ്ങിച്ചെത്ത മാധവൻ്റെ പ്രേതമാണ് ഞാൻ എന്തെങ്കിലും പറയും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ താൻ ഒഴിഞ്ഞു പോകണം എന്ന് പറയും. അയാൾ ഒഴിഞ്ഞു പോയില്ലെന്ന് പറയും. അപ്പം പ്ലെയർ കൊണ്ട് കൂടുതൽ ശക്തിയായിട്ട് പിടിക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു താൻ ഒഴിഞ്ഞു പോകണം. അപ്പോൾ ഒഴിഞ്ഞു പോകാമേ എന്ന് പറയുന്നത് വരെ ഇദ്ദേഹം പ്ലെയർ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യും. പിന്നെ ഇയാൾ അങ്ങ് മാറും, അടുത്ത ആൾ വരും. അയാളുടെയും നഖത്തിൽ ഇങ്ങനെ പ്ലെയർ പിടിക്കും. ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ചിലർ ഈ മുമ്പ് നിൽക്കുന്ന ആളിൻ്റെ ഇത് കണ്ടവരാണെങ്കിൽ ആദ്യം തന്നെ പറയും അപ്പുറത്തെ കിണറ്റിൽ ചാടിച്ചെത്ത മറിയാമ്മയുടെ പ്രേതമാണ് ഞാൻ എന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു പോകണമെന്ന് പറയും. ശരിയെന്ന് പറയും. അപ്പോൾ ഈ അച്ഛനോട് സംസാരിക്കാൻ ഒരു മാർഗവുമില്ല. അപ്പോൾ ഞാൻ വെളിയിൽ പോയി അച്ഛന് ഫോൺ ചെയ്തു. അപ്പോൾ അക്കാലത്ത് ഫോണൊരു അപൂർവ സംഭവമാണ്. ഫോൺ ബെല്ലടിച്ച ഉടനെ അച്ഛൻ ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്, ഇങ്ങനെ ഒരു
മനഃശാസ്ത്ര ഗവേഷകനാണ്, അച്ഛനെ നേരിട്ട് കണ്ട് സംസാരിക്കണം. അതിനെന്താ ഇങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന ഉടനെ അച്ഛൻ എഴുന്നേറ്റ് വന്നു, എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ഹിപ്നോസിസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പ്ലെയർ കൊണ്ട് പിടിക്കുന്നതാണോ ഹിപ്നോസിസ്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ താൻ ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ഹിപ്നോസിസിന് ഒരു കുറുക്ക് വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഞാൻ. ഇതെൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്. ഇങ്ങനെ പ്ലെയർ കൊണ്ട് പിടിച്ചാൽ പെട്ടെന്ന് ഉറങ്ങും, അതാണ് എൻ്റെ ഹിപ്നോസിസ്. അപ്പോൾ ഞാൻ പറഞ്ഞ തിരക്കേടില്ല. പിന്നെ അച്ഛൻ എഴുതുന്ന സ്ഥലത്തൊക്കെ അച്ഛൻ പറയുന്നത് അച്ഛൻ ഹോളിസ്റ്റിക് കൗൺസിലിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൗൺസിലിങ്ങും ഹിപ്നോസിസും ഒന്നാണ്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് സാധാരണ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് കൂടുതൽ ക്ഷമയുണ്ട്, ഒരു വ്യക്തി പറയുന്നത് കേട്ടുകൊടുക്കുക, പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അയാളുമായിട്ട് ഇടപെടുക. ഇതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഹിപ്നോസിസ് ഇതിനെല്ലാം വിപരീതമാണ്. വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിൽ വരുന്ന ആളുമായിട്ട് ഇടപെടുന്നതാണ് ഹിപ്നോസിസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോയില്ല. അപ്പോൾ അച്ഛൻ പറയുന്നു ഹിപ്നോസിസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. അച്ഛൻ എഴുതുന്നത് ഹോളിസ്റ്റിക് കൗൺസിലിംഗ് ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. പക്ഷേ അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു മതപരമായ എക്സോർസിസമാണ്. അപ്പോൾ അച്ഛൻ ചിലടത്തൊക്കെ സൈക്കോ റിലീജിയസ് തെറപ്പി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മതപരമായ ഒരു പരിവേഷത്തിലും ഹിപ്നോസിസ് എന്ന പദം ആളുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റിങ് ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ എനർജി ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പണ്ടും ചെയ്യുന്നുണ്ട്. അതായത് എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ റേക്കി, പ്രാണിക് ഹീലിംഗ് തുടങ്ങിയ പരിപാടികളാണ്. ഇതിൻ്റെ കൂടെ അക്യുപഞ്ചർ, അക്യുപ്രഷർ, ഇങ്ങനെ ഒരുപാട് തരം ഹീലിംഗ് ഉണ്ട്. അത് 50ഓളം ഹീലിംഗ് ടെക്നിക്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നായിട്ട് ഹിപ്നോതെറപ്പിയും ചെയ്യുന്നവരുണ്ട്. ഇതിൽ ഏറ്റവും ഒരുപക്ഷെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് സണ്ണി സാറ്റിൻ എന്നൊരാളാണ്. ഇദ്ദേഹം ഇന്ത്യക്കാരനാണ്. ഇദ്ദേഹം ബോംബെയിൽ എവിടെയാണ് ജനിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കാലിഫോർണിയ ഹിപ്നോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോ മറ്റോ ആണ്. ഇദ്ദേഹം പ്രാണിക് ഹീലിംഗ്, റേക്കി തുടങ്ങിയ ഒരുപാട് സിസ്റ്റംസിൻ്റെ കൂടെയാണ് ഹിപ്നോതെറപ്പിയും ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിപ്നോസിസ് ആയിരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് വർക്ക്ഷോപ്പുകളിൽ ഇദ്ദേഹം 2-3 ദിവസത്തെ വർക്ക്ഷോപ്പുകളാണ് നടത്തിയിരുന്നത്. അത് ചിലത് ഹിപ്നോസിസ് മാത്രം, ചിലത് എനർജി ഹീലിംഗ്, ഇതെല്ലാം കൂടെ ചേർത്താണ് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ട്രെയിനിങ് വർക്ക്ഷോപ്പ് നടന്നത് ഡൽഹിയിൽ വെച്ചാണ്. അപ്പം യാദൃച്ഛികമായിട്ട് എനിക്ക് അടുത്ത് പരിചയമുള്ള 2 വ്യക്തികൾ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഡൽഹിയിൽ പോയിരുന്നു. അവർ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ഇവരെല്ലാം ഈ ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് ടെക്നിക്സിൽ താല്പര്യമുള്ളവരാണ്. ഇങ്ങനെയുള്ള ധാരാളം പേരെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഇവർ 2 പേര് ഈ സണ്ണി സാറ്റിൻ്റെ അവസാനത്തെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ 2-3 ദിവസത്തെ ക്ലാസ്സാണ് ഈ എനർജി ഹീലിംഗ്, ഹിപ്നോസിസും എല്ലാം ഞാൻ പഠിപ്പിച്ചു. അവസാനം ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. അത് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന പേഷ്യൻറ്റിനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തെ ബാധ കൂടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഹിപ്നോസിസ് ഉപയോഗിച്ച് ആ ബാധ ഒഴിപ്പിച്ച് കാണിക്കാം എന്ന് സണ്ണി സാറ്റിൻ ഓഡിയൻസിനോട് പറഞ്ഞു. അപ്പോൾ ഓഡിയൻസ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഈ പേഷ്യൻറ്റിനെ ഹിപ്നോട്ടൈസ് ചെയ്തു. എന്നിട്ട് ആരാണ് കൂടിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പേര് പറഞ്ഞു. അതൊരു സജഷനാണ്. ആരാണ് കൂടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ
ഈ വ്യക്തി, ഹിപ്നോട്ടൈസ്ഡ് ആകുന്ന വ്യക്തി ഏതെങ്കിലും ഒരു പേര് പറയും. അയാൾ കേട്ടിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇമാജിനറി ആയിരിക്കാം. അതായത് അയാളൊരു പേര് പറഞ്ഞു. അപ്പോൾ സണ്ണി സാറ്റൻ പറഞ്ഞു, താൻ ഒഴിഞ്ഞു പോകണം, ഞാൻ സണ്ണി സാറ്റനാണ്, ഞാൻ കൽപ്പിക്കുന്നു, താൻ ഈ ബാധ കൂടിയിരിക്കുന്ന താൻ ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. അപ്പോൾ ബാധ പറഞ്ഞു, സണ്ണി ഞാനുമായിട്ട് കളിക്കരുത്, നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ സണ്ണി സാറ്റൻ പറഞ്ഞു, താൻ എന്ത് ചെയ്യാനാണ്, താൻ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ തന്നെ ഒഴിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ എന്നാണ് ആരാണ് ഒഴിയുന്നത് കാണാം എന്ന് ബാധയും പറഞ്ഞു. ഇങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് സണ്ണി സാറ്റൻ കുഴഞ്ഞു വീണു. അപ്പോൾ സണ്ണി സാറ്റനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സണ്ണി സാറ്റൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സണ്ണി സാറ്റൻ എന്ന് പറഞ്ഞ വ്യക്തി നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അതുവരെ ഹാർട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ബാധ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഏറ്റവും സെൻസേഷണലായിട്ടുള്ള സമയത്ത് തന്നെ ഇദ്ദേഹം കുഴഞ്ഞു വീഴുന്നു, ഇദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന 2 വ്യക്തികളിൽ ഒരാൾ വന്ന ഉടനെ എന്നെ ഫോൺ ചെയ്തു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, സാറിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്, ഇത് ബാധ സണ്ണി സാറ്റിനെ കൊന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒരുപക്ഷെ സണ്ണി സാറ്റിന് ഹൃദ്രോഗം ഉണ്ടായിരുന്നിരിക്കാം, അദ്ദേഹം അതേപ്പറ്റി ബോധവാനായിരുന്നിരിക്കില്ല. ഈ ഒരു സ്ട്രെസ് കാരണം ഇത്രയും ഓഡിയൻസിന് മുമ്പിൽ വെച്ച് ഇദ്ദേഹവും ഒരു പേഷ്യൻറ്റും തമ്മിലൊരു വാഗ്വാദം നടക്കുകയാണ്. ആ ടെൻഷൻ കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു കൊളാപ്സ് ഉണ്ടായതായിരിക്കാം. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കാനാണ് വഴിയെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു പാരനോർമലായിട്ട് ഒരു എഫക്റ്റ് ഉണ്ടായിക്കൂടെ? അപ്പം അതിനൊരു സാധ്യത തള്ളിക്കളയാനൊക്കെയില്ല. കാരണം ഈ മാനസിക രോഗി എന്ന് പറയുന്ന ആൾ വളരെയധികം വൈകാരിക സംഘർഷം അനുഭവിക്കുന്ന ആളാണ്. ഈ മാനസിക രോഗമെന്ന് നമ്മൾ മുദ്രകുത്തുന്നത് തന്നെ ഒരു ഡിഫൻസാണ്. അപ്പോൾ ഈ മാനസിക സംഘർഷം വളരെ കൂടുമ്പോൾ സൈക്കോ കൈനറ്റിക് എഫക്ട്സ് ഉണ്ടാകാം, പാരാനോർമൽ എഫക്ട്സ് ഉണ്ടാകാം എന്നാണ് പാരാസൈക്കോളജിസ്റ്റുകൾ പലരും പറയുന്നത്. ഇത് വെറുതെ പറയുകയല്ല, ഇങ്ങനെ കുറേ ഗവേഷണ ഫൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് ഭാഷ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഈ വൈകാരിക സംഘർഷം ഉണ്ടാകുന്ന വ്യക്തി, അയാളുമായിട്ട് നമ്മളൊരു മൽപ്പിടുത്തത്തിന് പോയാൽ അയാൾക്കൊരു സൈക്കോ കൈനറ്റിക് പവർ ചിലപ്പോൾ വന്നെന്ന് വരാം. അതുകൊണ്ട് ആ സൈക്കോ കൈനറ്റിക് എഫക്റ്റ് കൊണ്ട് സണ്ണി സാറ്റൻ മരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഏതായാലും ഈ ഹിപ്നോസിസ് പരിപാടി എന്ന് പറയുന്നത് ഇതൊരു മൽപ്പിടുത്തമാണ്. ഒരു കൗൺസിലിംഗ് ഒരിക്കലും ആ രീതിയിലുള്ളതല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹിപ്നോസിസിനെ പറ്റി ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൻ്റെ ഭാഗമാണ് ഹിപ്നോസിസ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. ഈ എനർജി ഹീലിംഗ് പോലുള്ള ഓൾട്ടർനേറ്റീവ് തെറപ്പികളുടെ ഭാഗമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. ഈ മതപരമായ പരിവേഷമുള്ള രോഗശാന്തി ശുശ്രൂഷകളിലും ചിലർ ഹിപ്നോസിസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഹിപ്നോസിസ്? ഹിപ്നോസിസ് യഥാർത്ഥത്തിൽ മനഃശാസ്ത്ര ടെക്നിക്കുകളിൽ ഒന്നാണ്. അതിന് വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. ഈ സാധാരണ സൈക്കോളജിസ്റ്റുകളോ സൈക്യാട്രിസ്റ്റുകളോ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കല്ല ഹിപ്നോസിസ്. വളരെ അപൂർവമായിട്ട് അത് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. താൽക്കാലികമായിട്ട് ചില ഹിസ്റ്റീരിക്കായിട്ടുള്ള രോഗലക്ഷണങ്ങൾ മാറ്റുന്നതിന് മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ.
ഒരാളുടെ വ്യക്തിത്വത്തിൽ സ്ഥിരമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ് യഥാർത്ഥ കൗൺസിലിംഗ്. അതായത് ഒരു വ്യക്തിയെ അയാളുടെ പ്രശ്നങ്ങൾ സ്വയം മനസ്സിലാക്കുന്നതിനും അതിനെ അതിജീവിക്കുന്നതിനും വ്യക്തിയെ പ്രാപ്തനാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള മനഃശാസ്ത്ര പരിപാടികളുടെ ലക്ഷ്യം.